ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ താരസമ്പന്നമായ ഒരു മുന്നേറ്റ നിരയെ തന്നെ അവകാശപ്പെടാൻ സാധിക്കുന്ന ടീമാണ് ബ്രസീൽ. നമുക്കറിയാം, ഇടത് വിങ്ങിലും വലത് വിങ്ങിലും ഒരു പിടി മികച്ച താരങ്ങൾ ബ്രസീലിന് ലഭ്യമാണ്. കൂടാതെ സ്ട്രൈക്കർമാരായിക്കൊണ്ട് ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടെങ്കിലും അവരാരും ബ്രസീലിയൻ ദേശീയ ടീമിൽ അത്ര വലിയ മികവ് പുലർത്തുന്നില്ല എന്നുള്ളത് ഒരല്പം നിരാശാജനകമായ വസ്തുതയാണ്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി പുതിയ സൈക്കിളിന് തുടക്കമിടുകയാണ്. ഈ സൈക്കിളിൽ റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ട് ഏത് താരമായിരിക്കും ഇടം കണ്ടെത്തുക എന്നുള്ളത് ബ്രസീലിയൻ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വേണ്ടി 9 താരങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം ചെൽസിയുടെ സൂപ്പർ താരമായ എസ്റ്റവായോ വില്യനാണ്. വേൾഡ് കപ്പ് പരിക്ക് മൂലം നഷ്ടമായ താരമാണ് എസ്റ്റവായോ വില്യൻ. അദ്ദേഹത്തിന്റെ അഭാവം അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമാണ്. നല്ല ഡ്രിബിളിംഗ് എബിലിറ്റി ഉള്ള ഒരു താരമാണ്. കൂടാതെ ക്രിയേറ്റിവിറ്റി ഉള്ള താരമാണ്. നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള താരമാണ് എസ്റ്റവായോ വില്യൻ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മറ്റൊരു താരം റോഡ്രിഗോ ഗോസ് ആണ്. നമുക്കറിയാം, നല്ല വേഗതയുള്ള ഫിനിഷിംഗ് കപ്പാസിറ്റി ഉള്ള താരമാണ് റോഡ്രിഗോ ഗോസ്. പല പൊസിഷനുകളിലും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം. പക്ഷെ പരിക്കിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രം. ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ വേൾഡ് ക്ലാസ് ആയ ഒരു താരം തന്നെയാണ് റോഡ്രിഗോ. മറ്റൊരു ഓപ്ഷൻ റാഫീഞ്ഞയാണ്. നമുക്കറിയാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. നല്ല വർക്ക് റേറ്റ് ഉള്ള താരമാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയ താരമാണ്. ടോപ്പ് ലെവലിൽ പ്രൂവ് ചെയ്തിട്ടുള്ള, ബാഴ്സയ്ക്ക് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് റാഫീഞ്ഞ. മറ്റൊരു ഓപ്ഷൻ സാവീഞ്ഞോയാണ്. നമുക്കറിയാം, നാച്ചുറൽ റൈറ്റ് വിങ്ങർ ആണ് ഇദ്ദേഹം. കൂടാതെ നല്ല ഡ്രിബിളിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല വിഷൻ ഉണ്ട്. 1-on-1 സാഹചര്യങ്ങളിൽ നല്ല രൂപത്തിൽ കളിക്കാൻ കഴിവുള്ള താരമാണ് സാവീഞ്ഞോ. മാഞ്ചസ്റ്റർ സിറ്റിയിൽ അത്ര തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും നല്ല ഒരു താരമാണ് സാവീഞ്ഞോ. മറ്റൊരു ഓപ്ഷൻ റയാനാണ്. നമുക്കറിയാം, നല്ല എക്സ്പ്ലോസീവായ ഒരു താരമാണ്. നല്ല സ്പീഡുള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു യങ് ടാലന്റ് തന്നെയാണ് റയാൻ. വലിയ ഭാവി ഇദ്ദേഹത്തിൽ ഇപ്പോൾ ബ്രസീൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു ഓപ്ഷൻ ലൂയിസ് ഹെൻറിക്കയാണ്. പല പൊസിഷനുകളിലും കളിപ്പിക്കാം. നല്ല ഫിസിക്കലി കരുത്തായ താരമാണ്. നല്ല സ്പീഡുണ്ട്, നല്ല ഡ്രിബിളിംഗ് മികവുള്ള ഒരു താരമാണ് ലൂയിസ് ഹെൻറിക്കെ. അദ്ദേഹവും ഒരു ഓപ്ഷനാണ്. മറ്റൊരു ഓപ്ഷൻ എൻട്രിക്കാണ്. സ്ട്രൈക്കർ ആയിക്കൊണ്ടും റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ടും കളിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് എൻട്രിക്ക്. നല്ല ഫിനിഷിംഗ് കപ്പാസിറ്റി ഉള്ള, സ്ട്രോങ് ആയ, ക്ലിനിക്കലായ ഒരു താരം തന്നെയാണ് എൻട്രിക്ക്. മറ്റൊരു ഓപ്ഷൻ ആന്റണിയാണ്. നമുക്കറിയാം, ഡ്രിബിളിംഗ് മികവുള്ള, നല്ല ടെക്നിക്കലി നല്ല മികച്ച രൂപത്തിൽ കളിക്കുന്ന, 1-on-1 സാഹചര്യങ്ങളിൽ മികവ് പുലർത്തുന്ന ഒരു താരമാണ് ആന്റണി. അതുപോലെ തന്നെ ലുക്കാസ് റോണിയർ എന്ന ഒരു യുവ താരത്തെ കൂടി ഇപ്പോൾ ബ്രസീലിന് റൈറ്റ് വിങ്ങിൽ ലഭ്യമാണ്. നല്ല സ്കില്ലുള്ള റൈസിംഗ് പ്രോസ്പെക്റ്റ് തന്നെയാണ് ലുക്കാസ് റോണിയർ. ഇത്രയധികം ഓപ്ഷനുകൾ റൈറ്റ് വിങ്ങിൽ മാത്രമായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. ഏതായാലും പുതിയ സൈക്കിളിൽ അദ്ദേഹം ആരെയായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.